ജോബിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഗോതമ്പ് പായസമാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഗോതമ്പ് പായസത്തിന് വേണ്ടി ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു ഗ്ലാസ് സൂചി ഗോതമ്പ്, നുറുക്ക് ഗോതമ്പാണ് എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും. ഇത് 3-4 പ്രാവശ്യം കഴുകി എടുത്തിരിക്കുന്ന സൂചി ഗോതമ്പ് നുറുക്കാണ്. ഇതിനകത്തേക്ക് നമ്മൾ ആ എടുത്ത ഗ്ലാസിൻ്റെ 4 ഇരട്ടി വെള്ളം, അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പ് നുറുക്കാണ് എടുത്തത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾക്ക് ഇത് വേവിക്കാൻ വെക്കുമ്പോൾ ആദ്യത്തെ ഒരു വിസിൽ കേട്ടതിന് ശേഷം തീ ചുരുക്കിയിട്ട് ഒരു 3-4 വിസിൽ കൂടി അടുപ്പിച്ചെടുക്കുന്നത് നമ്മളുടെ ഗോതമ്പിനെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മൾക്കിത് വേവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യത്തെ വിസിലിന് ശേഷം തീ കുറച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 100 ഗ്രാം ശർക്കര പൊടിച്ചിട്ടുണ്ട്, അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്, 4-5 ഏലക്കായും അത് പൊടിക്കാനുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഏലക്കായ കുറച്ചുള്ളത് നമുക്ക് പഞ്ചസാര ഇട്ട് പൊടിക്കണം, എന്നാലും പൊടിച്ച് കിട്ടുള്ളൂ. ഉപ്പ്, പിന്നെ അല്പം കാഷ്നട്ട്, കിസ്മിസ്, പിന്നെ അല്പം നെയ്യ്. ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾക്ക് ഈ ഗോതമ്പ് വേവുന്ന നേരം കൊണ്ട് പാല് എടുക്കാം, അതേമാതിരി തന്നെ ശർക്കര ഉരുക്കിയെടുക്കാം, ഏലക്കായ പൊടിച്ചെടുക്കാം. നമ്മൾക്ക് ആദ്യം ഈ ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് അല്പം വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നന്നായി ഒന്ന് ഉരുക്കിയെടുത്ത് അരിച്ചു വയ്ക്കുക. ശർക്കരയിൽ മണ്ണും കരടൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റി കളയാനായിട്ടൊന്ന് അരിച്ചു വയ്ക്കുക. ഇപ്പോൾ നമ്മളുടെ ശർക്കര അരിച്ചിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2-ാം പാല്, 1-ാം പാല്, പിന്നെ ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇത്രയും പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഗോതമ്പ് ഒരു അരമണിക്കൂറോളം നേരം വെന്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് വേവായിട്ടുണ്ട് നമ്മളുടെ ഗോതമ്പ്. നമ്മൾക്കത് തീ കത്തിച്ച് ഒന്ന് തിളപ്പിക്കാം. ഇതിലേക്ക് നമ്മളുടെ അരിച്ചു വച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ പായസം ഇളക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. നമുക്ക് തിള വരാനായിട്ട് കാത്തു നിൽക്കാം. ഇത് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളുടെ 2-ാം പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് 2-ാം പാലാണ് നമുക്ക് വേണ്ടത്. എടുത്ത പാൽ ഇത്തിരി കൂടുതലാണ്, അല്പം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2-ാം പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 1-ാം പാൽ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് തലപ്പാൽ എന്നൊക്കെ പറയും. അത് ഈ സമയത്ത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കാനായിട്ട് കാത്തു നിൽക്കാം. തലപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാട് നേരം തിളപ്പിക്കരുത്. തിള വന്ന് കഴിഞ്ഞ ശേഷം ഉടനടി ഓഫ് ചെയ്യണം. ഈ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഏലക്ക, പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ ഗോതമ്പ് പായസം തയ്യാറാക്കുമ്പോൾ അല്പം ലൂസാക്കി എടുക്കണം. കാരണം നമ്മൾ കുടിക്കാനായിട്ടുള്ളൊരു പരുവത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും കൂടിയും ഇത് ടൈറ്റാവും. അപ്പോൾ അല്പം വെള്ളം നീട്ടി പായസം എടുക്കുക. നമ്മൾ തിള വന്നപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ കശുവണ്ടി, മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചട്ടിയിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നമ്മളുടെ കാഷ്നട്ട് അതിലേക്കിട്ട് ചെറുതീയിലിട്ട് നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതീയിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ
കിസ്മിസ് ഇതാ റെഡിയായി വരുന്നുണ്ട്. നമ്മൾക്ക് ഈ സമയത്ത് ഇതിൻ്റെ തീ ഓഫാക്കി കൊടുത്തേക്കാം. അപ്പോൾ കിസ്മിസും കാഷ്നട്ടും റെഡിയാണ്. ഇത് നമ്മളുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ഗോതമ്പ് പായസം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ഒന്ന് ചെയ്ത് നോക്കുക, കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ആക്കുക.